ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ കൊല്ലം ജില്ലയിൽ പരവൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ പൊഴിക്കര എന്ന സ്ഥലത്ത് പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കായലും കടലും ചേരുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കായലിന് നടുക്കായിട്ടൊരു ദ്വീപുണ്ട്, ഒരു ചെറിയ ദ്വീപ്. കണ്ടോ, ഇതൊരു ദ്വീപാണ്, ചെറിയൊരു ദ്വീപ്. ഇതിപ്പം വേലിയേറ്റം ആയതുകൊണ്ട് വെള്ളം ഒരുപാട് കയറുന്നത് കൊണ്ട് ആ ദ്വീപിലേക്ക് പോകാൻ പാടാം. അല്ലെങ്കിൽ അതുകൊണ്ട് ഈ സൈഡിൽ നിന്നുകൊണ്ട് ഇങ്ങനെ നടന്ന് ദ്വീപിലോട്ട് വരാൻ സാധിക്കും. ഭയങ്കര ഭംഗിയുള്ള അടിപൊളി ഒരു സ്ഥലം. ഇവിടെ ഒരു വേറൊരു ചെറിയ ദ്വീപുണ്ട് കേട്ടോ. അതിൻ്റെ നടുക്കൊക്കെ വന്ന് നിൽക്കാൻ പറ്റും വെള്ളം കുറയുമ്പോൾ. വേലിയിറക്കം ആകുമ്പോഴത്തേക്ക് അവിടെ വരാൻ പറ്റും. ഇവിടെ ചെറിയ വള്ളങ്ങളിൽ പോകാൻ പറ്റും. ഇപ്പം നമുക്ക് പേടിയാവുന്നു. ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് വേറെ ആരെങ്കിലും 2-3 പേരുമായിട്ട് വന്നിട്ട്. ഇനിയിപ്പം മഴയൊക്കെ തുടങ്ങി. ഇപ്പം വേലിയേറ്റോ, വെള്ളം അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുക കടലിൽ നിന്ന്. ഇതിനപ്പുറം കടല, അതിൻ്റെ ആ പാലത്തിനപ്പുറം കടല. ഇതാണ് വലിയ ദ്വീപ്. ഈ സൈഡിൽ കൂടെ പോകണം. നമ്മൾ ഈ വഴി കൂടെ ഈ സൈഡേ കൂടെ പോയിട്ട് അങ്ങേറ്റം ചെന്നിട്ട് ഇതിലേക്കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇറങ്ങാൻ പറ്റും. ഇതിൻ്റെ മറ സൈഡിലെല്ലാം ഭയങ്കരമായ കാടാണ്. ചെറിയ കുഞ്ഞു മീനുകളുണ്ടോ ആവശ്യം പോലെ ഒക്കെ ഉണ്ടോ? ചെറിയ മീനുകൾ ആവശ്യം പോലെയുണ്ട്. ഇവിടെ ചേട്ടന്മാർ വന്നിരുന്ന് മീൻ പിടിക്കുന്ന സ്ഥലമാണ്. ചൂണ്ടയിട്ട് ആവശ്യം പോലെ മീൻ കിട്ടും. കടലിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം, കടലിലെ മീനും ഇങ്ങോട്ട് വന്ന് കയറും. അതിൻ്റെ വഴിയിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടന്മാരൂടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലിൻ്റെ അടുത്തട്ട് കാണുന്ന ചെറിയ മീനുകളാണ്. പാലം, ഇതിനപ്പുറം കടലാണ്, തൊട്ടപ്പുറം കടലാണ്. ആ കടലിലെ വെള്ളവും ഇങ്ങോട്ട് കയറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിവിടുത്തെ പാലം. വെള്ളം അകത്തോട്ട് വന്നുകൊണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ പാലം. ഈ പാലത്തിലൂടെ നമുക്ക് കൊല്ലത്തോട്ട് പോകാം. മയ്യനാട്, കൊല്ലം. ഇപ്പം ഞാൻ കടൽ കാണിച്ചു തരേ. ഇതാണ് കടൽ. കൊണ്ടങ്ങ് അറ്റത്ത് കാണുന്നുണ്ടോ? ഇതാണ് കടൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുക. കണ്ടോ? വെള്ളം ഇങ്ങോട്ട് കയറുന്നത് അത് ഒഴുകിയതായി കായലിലോട്ട് പോവുക. ദ്വീപ്. ഇവിടുന്ന് ഇങ്ങനെ ഒരു കടലിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴോട്ട് ഒഴുകി നേരെ കായലിലോട്ട് പോകാം. നേരത്തെ 2 ദ്വീപുകൾ കാണാം.